നഴ്സിംഗ് പ്രോമെട്രിക് എക്സാമിന് മെന്റൽ ഹെൽത്ത് നഴ്സിംഗിൽ നിന്നും ഒരുപാട് ക്വസ്റ്റ്യൻസ് ചോദിക്കാറുണ്ട്. അതിൽ തന്നെ റിപ്പീറ്റഡ് ആയിട്ട് ചോദിക്കുന്ന ഒരു ടോപ്പിക്കാണ് പേഴ്സണാലിറ്റി ഡിസോർഡർ. പലപ്പോഴും ഇത് സ്റ്റുഡൻസിന് കൺഫ്യൂഷൻ ഉണ്ടാക്കാറുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ ഇന്ന് ഞാനൊരു പേഴ്സണാലിറ്റി ഡിസോർഡർ റിലേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ലെറ്റ്സ് സീ ദ ക്വസ്റ്റ്യൻ. എ നഴ്സ് ഈസ് കെയറിംഗ് ഫോർ എ ക്ലയന്റ് who has intense unstable relationship with others, rapidly shift between idealizing and criticizing staff members, demonstrate impulsive behavior, has a poor self-image, and repeatedly threatens self-harm whenever the client fears being abandoned. Which personality disorder does the nurse suspect? ഇതാണ് ക്വസ്റ്റ്യൻ. നമുക്ക് ഓപ്ഷൻസ് നോക്കാം. നാർസിസിസ്റ്റിക് പേഴ്സണാലിറ്റി ഡിസോർഡർ, borderline personality disorder, histrionic personality disorder and antisocial personality disorder. അപ്പോൾ ഇതിൻ്റെ ആൻസറിലേക്ക് പോകുന്നതിന് മുൻപ് നമുക്ക് ക്വസ്റ്റ്യൻ ഒന്നുകൂടി റീഡ് ചെയ്യാം. ഇവിടെ ഒരു പേഷ്യൻറ്റിൻ്റെ ചില പേഴ്സണാലിറ്റി ട്രെയ്റ്റ്സ് ആണ് കൊടുത്തിരിക്കുന്നത്. അതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റ്സ് ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ട്. ലെറ്റ്സ് റീഡ് ഇറ്റ്. ഇവിടെ പറഞ്ഞിരിക്കുന്നത് ദ പേഷ്യൻറ്റ് ഹാസ് ഇൻറ്റൻസ് അൺസ്റ്റേബിൾ റിലേഷൻഷിപ്പ്. അതായത് റിലേഷൻഷിപ്പ് ഒക്കെ ഭയങ്കര ഇൻറ്റൻസ് ആയിരിക്കും, ബട്ട് ഇറ്റ് ഈസ് അൺസ്റ്റേബിൾ. എപ്പോൾ വേണമെങ്കിലും മാറി മറിയാം. റാപ്പിഡ്ലി ഷിഫ്റ്റ് ബിറ്റ്വീൻ ഐഡിയലൈസിങ് ആൻഡ് ക്രിട്ടിസൈസിങ് സ്റ്റാഫ് മെമ്പേഴ്സ്. അതിനർത്ഥം ഒരു വ്യക്തിയോടുള്ള അവരുടെ കാഴ്ചപ്പാട് അത് വളരെ പെട്ടെന്നായിരിക്കും മാറി മറിയുന്നത്. ചിലപ്പോൾ ഐഡിയലൈസ് ചെയ്യുകയാണെങ്കിൽ ചിലപ്പോൾ നേരെ ഓപ്പോസിറ്റ് മോഡിലേക്ക് പോകും, ക്രിട്ടിസൈസിങ് മോഡിലേക്ക്. ഒരു എക്സാമ്പിൾ ഞാൻ പറഞ്ഞുതരാം. ഇപ്പം രാവിലെ പേഷ്യൻ്റ് നഴ്സിൻ്റെ അടുത്ത് പറയുന്നു, യു ആർ എ വെരി ഗുഡ് നഴ്സ്, യു റിയലി അണ്ടർസ്റ്റാൻഡ് മീ, യു ഡു എവറിത്തിങ് ഫോർ മീ, ഐ ലൈക്ക് യുവർ ക്യാരക്ടർ. അങ്ങനെ അവർ ഐഡിയലൈസ് ചെയ്യുന്ന രീതിയിൽ കാര്യങ്ങൾ സംസാരിക്കുന്നു, വളരെയധികം വാല്യൂ കൊടുക്കുന്നു. പക്ഷെ കുറച്ച് മണിക്കൂറുകൾ കഴിയുമ്പോൾ എന്തെങ്കിലും ഒരു സാഹചര്യം ഉണ്ടാകുമ്പോൾ മേ ബി ചിലപ്പോൾ നഴ്സിന് അവരുടെ ഒരു കാര്യം പെട്ടെന്ന് ചെയ്തു കൊടുക്കാൻ പറ്റാതെ വരികയോ പെട്ടെന്ന് റെസ്പോൺസ് കൊടുക്കാൻ പറ്റാതെ വരികയോ ചെയ്യുമ്പോൾ ഉടനെ തന്നെ ക്രിട്ടിസൈസിങ് മോഡിലേക്ക് പോകുന്നു. ലൈക്ക് ഹി മേ സേ ലൈക്ക്, you are a terrible nurse, you are the worst nurse I have ever seen, I hate you. അപ്പം ഈ ഐഡിയലൈസിങ് ആൻഡ് ക്രിട്ടിസൈസിങ് വളരെ പെട്ടെന്നാണ് അവരുടെ ആ ഒരു കാഴ്ചപ്പാട് മാറുന്നത്. സൈക്യാട്രിയിൽ നമ്മൾ ഇതിനെ സ്പ്ലിറ്റിംഗ് എന്നാണ് പറയുന്നത്. അതിവിടെ പേഷ്യൻറ്റിൻ്റെ ഒരു ഫീച്ചറായിട്ട് പറഞ്ഞിട്ടുണ്ട്. പിന്നെ അടുത്തത് പറയുന്നു ഇമ്പൾസീവ് ബിഹേവിയർ. ഇമ്പൾസീവ് ബിഹേവിയർ എന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിൽ എന്തെങ്കിലും തോന്നിക്കഴിഞ്ഞാൽ ഉടനെ തന്നെ ചെയ്യാനുള്ള ആ ഒരു ടെൻഡൻസി, ഉടനെ തന്നെ അത് ചെയ്യുന്നു. പ്രത്യേകിച്ച് അതിൻ്റെ കോൺസിക്വൻസസിനെ പറ്റിയോ വേറെ ഒരു കാര്യങ്ങളും ചിന്തിക്കാതെ ഇമ്പൾസീവ് ആയിട്ടുള്ള കാര്യങ്ങൾ. ദെൻ പുവർ സെൽഫ് ഇമേജ്. പിന്നെ എന്താണ് പറഞ്ഞിരിക്കുന്നത്? റിപ്പീറ്റഡ്ലി ത്രെറ്റൻ സെൽഫ് ഹാം. ദിസ് ഈസ് എ വെരി ഇമ്പോർട്ടൻറ്റ് പോയിന്റ്. ഇവിടെ പേഷ്യൻറ്റിൻ്റെ ഇമോഷൻ പെട്ടെന്നാണ് മാറി മറിയുന്നത്. ചിലപ്പോൾ എന്തെങ്കിലും ഒരു വിഷമമൊക്കെ ഉണ്ടായിക്കഴിഞ്ഞാൽ ഉടനെ തന്നെ സെൽഫ് ഹാമിലേക്ക് പോകുന്നു, സൂയിസൈഡൽ ത്രെറ്റ് ചെയ്യുന്നു, സൂയിസൈഡൽ അറ്റംപ്റ്റ് ചെയ്യുന്നു. അപ്പം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ മെൻഷൻ ചെയ്തിട്ടുണ്ട്. ദെൻ അടുത്തത് എഴുതിയിരിക്കുന്നത് ദ ക്ലയൻറ്റ് ഫിയേഴ്സ് ബീയിങ് അബാൻഡൻഡ് എന്ന് പറഞ്ഞാൽ ഇവർക്ക് എപ്പോഴും മനസ്സിലൊരു കോൺസ്റ്റൻറ്റ് ഫിയർ ആണ്. തൻ്റെ പ്രിയപ്പെട്ടവരെല്ലാം തന്നെ വിട്ടുപോകുമോ, അവർ റിജക്റ്റ് ചെയ്യുമോ, പ്രത്യേകിച്ച് കാരണം ഒന്നും ഇല്ലാതെ തന്നെ ഇങ്ങനെ ഒരു ഫിയർ ഓഫ് അബാൻഡൻമെന്റ് ഇയാളുടെ മനസ്സിലുണ്ട്. അപ്പോൾ ഈ കാണിക്കുന്ന പേഴ്സണാലിറ്റി ട്രെയ്റ്റ്സ് ഒക്കെ ഏത് പേഴ്സണാലിറ്റി ഡിസോർഡറിലാണ് വരുന്നത്? ദാറ്റ് ഈസ് അവർ ക്വസ്റ്റ്യൻ. അതിൻ്റെ ആൻസർ ബോർഡർ ലൈൻ പേഴ്സണാലിറ്റി ഡിസോർഡർ ആണ്. ബോർഡർ ലൈൻ പേഴ്സണാലിറ്റി ഡിസോർഡർ ഒരു മെന്റൽ ഹെൽത്ത് കണ്ടീഷനാണ്. ക്ലസ്റ്റർ ബി പേഴ്സണാലിറ്റി ഡിസോർഡറിലാണ് ഈ ഒരു കണ്ടീഷൻ വരുന്നത്. ഇവിടുത്തെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഇവിടെ ഈ ഒരു വ്യക്തിക്ക് അവരുടെ ഇമോഷൻസിനെ കൺട്രോൾ ചെയ്യാനോ റെഗുലേറ്റ് ചെയ്യാനോ പറ്റാതെ വരികയാണ്. അപ്പോൾ ബോർഡർ ലൈൻ പേഴ്സണാലിറ്റി ഡിസോർഡർ ഉള്ള ഒരാളുടെ മെയിൻ സിംറ്റംസ് എന്ന് പറയുന്നത് നമ്മൾ ക്വസ്റ്റ്യൻസിൽ കണ്ടതുപോലെ തന്നെ ആ ഒരു സെയിം ഫീച്ചേഴ്സ്. അവർക്ക് അൺസ്റ്റേബിൾ ആയിട്ടുള്ള ഇൻറ്റൻസ് റിലേഷൻഷിപ്പ് കാണാം, ആൻഡ് വൈഡ് ആയിട്ടുള്ള മൂഡ് സ്വിങ്സ്. പെട്ടെന്നായിരിക്കും മൂഡ് ചേഞ്ച് ആകുന്നത്, പെട്ടെന്ന് ദേഷ്യം വരാം, പെട്ടെന്ന് മൂഡ് ചേഞ്ച് ചെയ്യുന്നതിൻ്റെ പാർട്ടായിട്ട് സൂയിസൈഡൽ ത്രെട്ടും സൂയിസൈഡൽ അറ്റംപ്റ്റും ഒക്കെ നടത്തിയെന്ന് വരാം. അപ്പം ഇതൊക്കെ ബോർഡർ ലൈൻ പേഴ്സണാലിറ്റി ഡിസോർഡറിൻ്റെ ഫീച്ചറാണ്. ഇനി നിങ്ങൾക്ക് ചിലപ്പോൾ എക്സാമിൽ ഇങ്ങനെ ചോദിക്കാം, ബോർഡർ ലൈൻ പേഴ്സണാലിറ്റി ഡിസോർഡർ ഉള്ള ഒരു പേഷ്യൻറ്റിനെ കെയർ ചെയ്യുമ്പോൾ ഏതാണ് പ്രയോറിറ്റി നഴ്സിംഗ് ഡയഗ്നോസിസ് ആയിട്ട് സെറ്റ് ചെയ്യേണ്ടത്? അവിടെ വരുന്നൊരു മെയിൻ നഴ്സിംഗ് ഡയഗ്നോസിസ് റിസ്ക് ഫോർ സെൽഫ് ഹാം ആണ്. ബിക്കോസ് ഇവർക്ക് ഈ സൂയിസൈഡൽ ത്രെട്ടും സൂയിസൈഡൽ അറ്റംപ്റ്റും ഒക്കെ കൂടുതലാണ്. ഇനി നമുക്ക് ബാക്കിയുള്ള ഓപ്ഷൻസ് കൂടെ നോക്കിയാലോ. ഇപ്പോൾ ഓപ്ഷൻ എയിൽ പറഞ്ഞിരിക്കുന്നത് നാർസിസിസ്റ്റിക് പേഴ്സണാലിറ്റി ഡിസോർഡർ ആണ്, അല്ലേ? അത് നിങ്ങൾക്ക് അറിയാമായിരിക്കും. നാർസിസിസ്റ്റിക് പേഴ്സണാലിറ്റി ഡിസോർഡർ എന്ന് പറഞ്ഞാൽ ഇവരുടെ പ്രത്യേകത ഇവർക്ക് ഭയങ്കര സെൽഫ് എസ്റ്റീമാണ്, ഒരു ഇൻഫ്ലേറ്റഡ് സെൽഫ് എസ്റ്റീമാണ്. ഇവർക്ക് തന്നെ ഒരുപാട് വാല്യൂ കൊടുക്കുന്നുണ്ട്. ദേ തിങ്ക് ദേ ആർ വെരി സുപ്പീരിയർ, ദേ ആർ സുപ്പീരിയർ ദാൻ അതേഴ്സ്, ദേ ആർ സ്പെഷ്യൽ. ആൻഡ് ഇവർക്ക് എംപതി കാണത്തില്ല, ദേ ലാക്ക് എംപതി എന്ന് വെച്ചാൽ ഇവർക്ക് ബാക്കിയുള്ളവരുടെ ഇമോഷൻസ് മനസ്സിലാക്കാൻ പറ്റില്ല, അത് അവർ കെയർ ചെയ്യത്തില്ല.
ആൻഡ് ദേ ആർ ഹൈപ്പർ സെൻസിറ്റീവ് ടു ക്രിറ്റിസിസം. ബാക്കിയുള്ളവർ ഇവരെ ക്രിട്ടിസൈസ് ചെയ്യുന്നതൊന്നും ഇവർക്ക് താല്പര്യമില്ല. ഞാനൊരു എക്സാമ്പിൾ പറയാം. നാർസിസിസ്റ്റിക് പേഴ്സണാലിറ്റി ഡിസോർഡർ ഉള്ള ഒരു പേഷ്യൻറ്റ് ഡോക്ടറിനെ കാണാനായിട്ട് വെയിറ്റ് ചെയ്യുന്നു. അപ്പോൾ നേഴ്സ് പറയുന്നു കുറച്ച് നേരം കൂടെ വെയിറ്റ് ചെയ്യേണ്ടി വരും. അപ്പോൾ ഉടനെ തന്നെ ഇയാൾ പറയാണ്, നിങ്ങൾക്കറിയത്തില്ല ഞാൻ ആരാണെന്ന്, ഐ എം നോട്ട് ലൈക്ക് അതർ പീപ്പിൾ, ഐ എം സുപ്പീരിയർ ദാൻ ദം, എനിക്കിപ്പോൾ തന്നെ കാണണം. അയാൾ പെട്ടെന്ന് ഷൗട്ട് ചെയ്യുന്നു. അയാൾ അങ്ങനെയൊക്കെ ബിഹേവ് ചെയ്തു എന്ന് വരാം. പല മലയാള സിനിമ ക്യാരക്ടറും ഈ നാർസിസിസ്റ്റിക് പേഴ്സണാലിറ്റി ഡിസോർഡറെ കാണിക്കുന്നുണ്ട്. അങ്ങനെ ഏതെങ്കിലും ഒരു ക്യാരക്ടർ ഓർമ്മ വരുവാണെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ കമൻറ്റ് ചെയ്യാവുന്നതാണ്. ഇനി അടുത്ത ഓപ്ഷനിലേക്ക് പോവുകയാണെങ്കിൽ ഇറ്റ് ഈസ് ഹിസ്ട്രിയോണിക് പേഴ്സണാലിറ്റി ഡിസോർഡർ. ഈ ഹിസ്ട്രിയോണിക് പേഴ്സണാലിറ്റി എന്ന് പറയുമ്പോൾ അവർ ശരിക്കും അറ്റൻഷൻ സീക്കേഴ്സ് ആണ്. ബാക്കിയുള്ളവരുടെ അറ്റൻഷൻ കിട്ടുന്നതിന് വേണ്ടിയിട്ട് അവർ ആ ഒരു രീതിയിലേക്ക് ബിഹേവ് ചെയ്യും. അപ്പോൾ ആ ഒരു രീതിയിലായിരിക്കും അവർ സംസാരിക്കുന്നത്. അവരുടെ ഡ്രസ്സിങ് കുറച്ചൊരു ഡ്രമാറ്റിക് രീതിയിലുള്ള ടോക്ക് ആകാം, ബിഹേവിയർ ആകാം. സോ ഹിസ്ട്രിയോണിക് എന്ന് പറയുമ്പോൾ നിങ്ങൾ ഇത്ര മാത്രം ഓർത്താൽ മതി, ദേ ആർ അറ്റൻഷൻ സീക്കേഴ്സ്. ഇനി ലാസ്റ്റ് ഓപ്ഷൻ നോക്കുവാണെങ്കിൽ ആൻറ്റി സോഷ്യൽ പേഴ്സണാലിറ്റി ഡിസോർഡർ. ആൻറ്റി സോഷ്യൽ എന്ന് പറയുമ്പോൾ ആൻറ്റി സോഷ്യൽ ആ വേർഡിൽ തന്നെയുണ്ട്, കുറച്ചൊരു ക്രിമിനൽ ബിഹേവിയർ ഉള്ളവരാണ്. അവർ സമൂഹത്തിലെ റൂൾസും റെഗുലേഷൻസും ലോസും ഒന്നും അവർ മാനിക്കത്തില്ല. അവർ ചിലപ്പോൾ ബാക്കിയുള്ളവരെ ഉപദ്രവിക്കാം, ബാക്കിയുള്ളവരുടെ അടുത്ത് മോശമായിട്ട് പെരുമാറാം. അപ്പോൾ ഇവരുടെ കേസിൽ ഒരു മെയിൻ നഴ്സിംഗ് ഡയഗ്നോസിസ് ആയിട്ട് വരുന്നത് റിസ്ക് ഫോർ വയലൻസ് ടുവേർഡ്സ് അതേഴ്സ് ആണ്. ഓക്കെ, അപ്പോൾ നമ്മൾ ബോർഡർ ലൈൻ പേഴ്സണാലിറ്റിയിൽ പറഞ്ഞു റിസ്ക് ഫോർ സെൽഫ് ഹാം, ഇവരുടെ കേസിൽ റിസ്ക് ഫോർ വയലൻസ് ടുവേർഡ്സ് അതേഴ്സ്. അപ്പോൾ ഇന്നിവിടെ നമ്മൾ 4 പേഴ്സണാലിറ്റി ഡിസോർഡർ ആണല്ലേ കണ്ടത്. ഒന്ന് സമ്മറൈസ് ചെയ്യുവാണെങ്കിൽ ബോർഡർ ലൈൻ പേഴ്സണാലിറ്റി ഡിസോർഡർ, അവർക്ക് ഭയങ്കര സെൽഫ് ഹാം ടെൻഡൻസി ഉണ്ട്. പിന്നെ നാർസിസിസ്റ്റിക് പേഴ്സണാലിറ്റി ഡിസോർഡർ, അവരുടെ പ്രശ്നം ഇൻഫ്ലേറ്റഡ് സെൽഫ് എസ്റ്റീം ആൻഡ് എംപതി ഒന്നും അവർക്കില്ല. പിന്നെ ഹിസ്ട്രിയോണിക് പേഴ്സണാലിറ്റി ഡിസോർഡർ, അവർ അറ്റൻഷൻ സീക്കേഴ്സ് ആണ്. ആൻഡ് ആൻറ്റി സോഷ്യൽ പേഴ്സണാലിറ്റി ഡിസോർഡർ, അവരുടെ പ്രശ്നം റിസ്ക് ഫോർ വയലൻസ് ടുവേർഡ്സ് അതേഴ്സ്. പേഴ്സണാലിറ്റി ഡിസോർഡർ ഇവിടെ കൊണ്ട് തീരുന്നില്ല കേട്ടോ, ഒരുപാട് ഡിസോർഡർ ഉണ്ട്. അപ്പോൾ പേഴ്സണാലിറ്റി ഡിസോർഡറിനെ പറ്റി കൂടുതലായിട്ട് പഠിക്കുന്നതിന് വേണ്ടിയിട്ട് നിങ്ങൾക്ക് ഞങ്ങളുടെ ഓൺലൈൻ കോച്ചിങ്ങിന് ജോയിൻ ചെയ്യാവുന്നതാണ്. അപ്പോൾ ഓൺലൈൻ കോച്ചിങ്ങിന് ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർ താഴെ തന്നിരിക്കുന്ന നമ്പറിൽ ഞങ്ങളെ കോൺടാക്ട് ചെയ്യുക. ഇതുപോലുള്ള ക്വസ്റ്റ്യൻ ഡിസ്കഷൻ വീഡിയോസുമായിട്ട് പെട്ടെന്ന് തന്നെ വരാം. സീ യു സൂൺ. താങ്ക് യു.